നമസ്കാരം. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശയനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ദയവായി ഏവരും വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരിവാസര സമയം, പാരണാസമയം തുടങ്ങിയവ അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണുക. വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന ദിവസമാണ് ഈ ഏകാദശി ദിനം. തുടർന്നുള്ള 4 മാസ കാലയളവിൽ ഭഗവാൻ യോഗനിദ്രയിലായിരിക്കും. ഈ കാലയളവിനെ ചാതുർമാസം എന്ന് പറയുന്നു. ആഷാഢമാസം മുതൽ കാർത്തിക മാസം വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിൽ ധ്യാനം, യോഗ തുടങ്ങിയവ പരിശീലിക്കുന്നതും ജ്ഞാനപരമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഉത്തമമാണ്. ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവാൻ നിദ്രയിലാണ്ടിരിക്കുന്നതിനാൽ ശുഭകാര്യങ്ങൾ നടത്തുന്നത് നന്നല്ല എന്നൊരു വിശ്വാസമുണ്ട്. ഈ കാലയളവിൽ ഭഗവാനെ സ്തുതിച്ച് പുരുഷസൂക്തം ചൊല്ലുന്നത് ഉത്തമമാണ്. ഇതുകൂടാതെ ചാതുർമാസ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പുത്രസൗഖ്യം, കുടുംബ ഐശ്വര്യം കൂടാതെ വൈകുണ്ഠപ്രാപ്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ഏകാദശിയുടെ ഐതിഹ്യകഥ ബ്രഹ്മാവ് നാരദന് പറഞ്ഞുകൊടുത്ത രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നുണ്ട്. പണ്ട് സത്യയുഗത്തിൽ മാംധാത എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. എന്നാൽ അവിടെ 3 വർഷം മഴ പെയ്യാതിരിക്കുകയും കഠിനമായ വരൾച്ച ഉണ്ടാകുകയും ചെയ്തു. ജനങ്ങളുടെ ദുഃഖം കണ്ട് സഹിക്കാനാകാതെ ഇതിനൊരു പരിഹാരം അന്വേഷിച്ച് രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മകനായ അംഗീര മഹർഷിയുടെ മുന്നിലെത്തുകയും തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പരിഹാരത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. അതിനു മറുപടിയായി ചില ദോഷങ്ങളുണ്ടെന്നും അത് മാറാനായി ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അനുഷ്ഠിക്കാനും മഹർഷി ഉപദേശിച്ചു. തിരിച്ചെത്തിയ അദ്ദേഹം വിധിപ്രകാരം ഏകാദശി അനുഷ്ഠിക്കുകയും ഫലമായി ആ നാടിൻ്റെ ദോഷങ്ങളെല്ലാം മാറി മഴ പെയ്യുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ ഏകാദശിയുടെ സവിശേഷത ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദേവശയനി, ഹരിശയനി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഏകാദശി നോൽക്കുന്നതിലൂടെ ഒരുവന്റെ ഏതൊരു അഭിലാഷവും പൂർത്തീകരിക്കാനാകുന്നു എന്നാണ്. മറ്റ് ഏകാദശികൾ പോലെ തന്നെ തലേന്ന് ദശമി നാളിൽ ഒരിക്കലൂണ് നോക്കുക. സാമാന്യ വ്രതനിഷ്ഠകളെല്ലാം പാലിക്കുക. ഏകാദശി നാളിൽ ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലോ പഴവർഗ്ഗങ്ങളോ ഇളനീരോ കഴിച്ചോ തുളസീതീർത്ഥം മാത്രം സേവിച്ചോ വ്രതമെടുക്കാം. ഏകാദശി ദിനത്തിൽ കഴിയുന്നത്ര ഭഗവത് നാമങ്ങൾ ഉരുവിടുക. അന്നേ ദിവസം തുളസി കൂടാതെ താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നത് വളരെ നല്ലതാണ്. പിറ്റേന്ന് ദ്വാദശി നാളിൽ രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സ്വീകരിച്ച് പാരണ വീടാവുന്നതാണ്. ഇത്തവണ ദേവശയനി ഏകാദശി നോക്കേണ്ടത് 2024 ജൂലൈ 17 ബുധനാഴ്ചയാണ്. ഏകാദശി തിഥി വരുന്നത് ജൂലൈ 16 രാത്രി 8:33 മുതൽ ജൂലൈ 17 രാത്രി 9:02 വരെയാണ്. ഹരിവാസര സമയം ജൂലൈ 17 ഉച്ചയ്ക്ക് 2:58 മുതൽ ജൂലൈ 18 പുലർച്ചയ്ക്ക് മുന്നേ 2:58 വരെയാണ്. പാരണ വീടേണ്ടത് ജൂലൈ 18 രാവിലെ 6:16 മുതൽ 8:45 വരെയാണ്. ദ്വാദശി ദിവസവും വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ.